ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാറിൽ നിന്നും ചിന്നക്കനാൽ വഴി സിംഗകണ്ടത്തേക്കാണ് കേട്ടോ. സിംഗകണ്ടം മാത്രമല്ല, സിമൻറ്റ് പാലം, ആനയിറങ്കൽ ഡാം എന്നീ സ്ഥലങ്ങൾ കൂടെ നമ്മളിന്ന് പോകുന്നുണ്ട്. നമ്മുടെ അരിക്കൊമ്പനൊക്കെ അടിച്ചു പൊളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ ചിന്നക്കനാലെത്തി. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. ലൈറ്റ് വീഴുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് വേണം നമുക്ക് സിമൻറ്റ് പാലം സിംഗകണ്ടത്തേക്ക് പോകാൻ. എലിഫൻറ്റ് ക്രോസിംഗ് ബോർഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. എന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരല്പം ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് സൺറൈസ് സൂപ്പറായിട്ട് കിട്ടുമായിരുന്നു. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. ഇത്രയും നല്ലൊരു വ്യൂ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷികളുടെ ശബ്ദവും ആ ഒരു കോടയും സൂപ്പറല്ലേ. ഇവിടെ അടുത്ത് താമസിക്കുന്ന തോമസ് ചേട്ടൻ്റെ ശോനന്മാരാണ് കേട്ടോ. ഇവർ 4 പേരുണ്ട്. ഇവരൊക്കെയാണ് തോമസ് ഏട്ടനെയും കുടുംബത്തെയും ആനയിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിലക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും സിമൻറ്റ് പാലത്തേക്ക് പോവുകയാണ്. ഇവിടെ വെച്ചാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചിട്ടൊക്കെ കൊണ്ടുപോയത്. നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ആശാനിങ്ങനെ നിറമൊക്കെ മാറി ഇരയെ പിടിക്കാനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ കണ്ട പാടെ തന്നെ ഒറ്റച്ചാട്ടം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിക്കൊമ്പൻ വേരിച്ചിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അരിക്കൊമ്പൻ മാത്രമല്ല, ചക്കക്കൊമ്പനും മൊട്ടവാലനും മുറിവാലനും എന്നിങ്ങനെ പേരുകെട്ട ആനകൾ വിലസുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതുവഴിയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ഫീലിംഗ് എന്ന് ഉദ്ദേശിച്ചത് ആനകളുടെ പ്രസൻസ് എപ്പോഴും വേണമെങ്കിലും കിട്ടാനുള്ളൊരു സ്ഥലം. അതാണ്. നമ്മളിവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. കൂടെ വന്ന ചേട്ടൻ ആനകൾ അവിടെ നിൽപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. തൊട്ടടുത്ത് ആനക്കൂട്ടം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയ ആനച്ചൂരൊന്നും സ്മെല്ല് ചെയ്യുന്നില്ല. ഈ അരിക്കൊമ്പൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് ആനകളുണ്ടല്ലോ, 2 കുട്ടിയും കുറച്ച് പിടികളും. അവരൊക്കെ സ്ഥിരം കാഴ്ചക്കാരാണ് കേട്ടോ ഇവിടെ. നമ്മളിങ്ങോട്ട് വന്ന റൂട്ടിൽ ചിന്നക്കനാൽ ടു സിംഗകണ്ടം, ആ റോഡിൻ്റെ 2 സൈഡിലായിട്ടും എപ്പോഴും ആനകൾ പുല്ല് കഴിക്കാൻ വരുന്ന സ്ഥലം കൂടെയാണ്. ഈ സ്ഥലത്തൊക്കെ നല്ല ആനച്ചൂരുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ആനത്താരകളാണ്. ആന കൂട്ടം നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും. അത് ഓടിക്കുന്ന സൗണ്ടും പിന്നെ അമർച്ചയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒറ്റയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടത് തന്നെ. അങ്ങനെ നമ്മൾ ആനയിറങ്കൽ ഡാം എത്തി. ഫ്രഷ് വിണ്ടോ അല്ലേ. ആയിരത്തി 1962 KSEB നിർമ്മിച്ച ഡാമാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളും പട്ടികവർഗ ആദിവാസി സങ്കേതങ്ങളുള്ളതും ഈ ആനയിറങ്കലിലാണ്. ചെമ്പകത്തൊഴുക്കുടി, കോഴിവന്നക്കുടി, പച്ചപ്പുൽക്കുടി തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുതുവാൻ കുടികളും ഇവിടെയുണ്ട്. പശുവിനെ വളർത്തലാണ് ആനയിറങ്കലിലെ ജനങ്ങളുടെ മുഖ്യ വരുമാന മാർഗം. ഈ ഡാമിലെ വെള്ളം വറ്റുന്ന സമയത്തൊക്കെ ഇവിടുന്ന് മീൻ പിടിക്കാറുണ്ട്. ഇവിടുത്തെ ആൾക്കാരാണ് കൂടുതലും. ഗോൾഡ് ഫിഷും ആറ്റുകൊഞ്ചൊക്കെ ഇവിടെ ലഭിക്കാറുണ്ട്. என்னப்பா மீனா எப்படி இருக்கோ? எப்படிடா இருக்கோ? സത്യത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ അരിക്കൊമ്പൻ്റെ വിഷയത്തിന് ശേഷമാണല്ലോ. അവനിതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഇത്രയും നല്ല സ്ഥലത്താണ് അവൻ ഓടി നടന്നതും വളർന്നതും. ഡാമിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചതുപ്പാണ് കേട്ടോ. അതായത് ഒരു കുട്ടിയാന ചവിട്ടിയ പാടാണ്. ഒരു പക്ഷേ ഇനി ഒരിക്കലും ഇതുപോലെയൊക്കെ നടക്കാൻ പറ്റില്ലായിരിക്കാം. കാരണം വേറൊന്നുമല്ല, KSEBയും വനം വകുപ്പും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ ആന ഇറങ്ങലിന് വേണ്ടിയിട്ട്.
ആനയിറങ്കൽ ഡാമിൻ്റെ വരവോടുകൂടിയാണ് ആനത്താരകൾ നശിച്ചതെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആന നടന്നു പോയതിൻ്റെ പാടാണ്. തുറന്നേട്ടെ. മഴ സീസണിലൊക്കെ നമുക്കിതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഡാം കംപ്ലീറ്റ് വെള്ളമായിരിക്കും. ഇപ്പോൾ ആന വന്നു കഴിഞ്ഞാൽ ഓടാനുള്ള സ്പേസൊക്കെ ഉണ്ട്. വെള്ളം കയറി കിടക്കുമ്പോഴുള്ള അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളങ്ങനെ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ആ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. ഇവിടെ ഈറ്റയോ ഇല്ലയോ കാര്യങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഈ പോത നിന്നാണ് ആന ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളിവിടെയൊക്കെ പണ്ട് വന്ന കാലം മുതൽ കണ്ടം കൃഷി ചെയ്താണ് ഞങ്ങൾ കേപ്പ ഇങ്ങനെയുള്ളതെല്ലാം കൃഷി ചെയ്ത് ഞങ്ങൾ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മലയെല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂക്കാലി കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പോതയില്ലാണ്ടായി. പോത നശിച്ചു. തീറ്റയില്ലാതായപ്പോൾ ആന ഞങ്ങൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വന്ന് പറിച്ച് അത് രാത്രിയിലെല്ലാം വന്നിറങ്ങി ഞങ്ങളുടെ കൃഷി നശിപ്പിക്കും. പിന്നെ മടുത്ത് കൃഷി ഞങ്ങൾ നിർത്തി. ഉദ്യോഗസ്ഥന്മാർ ഇതിനെക്കുറിച്ച് പഠനം നടത്താതെ ഈ യൂക്കാലി കൊണ്ടുവന്ന് വെച്ച് ഇവിടുത്തെ ചതുപ്പുകൾ നഷ്ടപ്പെട്ടു, വെള്ളമെല്ലാം ജലാംശം എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കുടിവെള്ളമൊക്കെ ഈ സിങ്ങണ്ടത്തൊക്കെ ലോറിക്ക് കൊണ്ടുവരിക. കാരണം ഇവിടെ ഈ മല വഴി എല്ലാം ചതുപ്പുണ്ടായിരുന്നത്, ആ ചതുപ്പുകളെല്ലാം പറ്റിപ്പോയി. പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കാൻ വേണ്ടിയിട്ട് 3 തലമുറ 4 തലമുറയാവും. അപ്പം സിംഗണ്ടംകാർ ആ വട്ടമത്താണവിളിയുടെ കാലത്ത് ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി. ഇപ്പം 2-3 തലമുറ കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ളവരെല്ലാം അങ്ങോട്ട് അടിച്ചിറക്കുക. ഇവരെങ്ങോട്ട് പോകും? പട്ടയം കിട്ടാത്ത കാരണം ഉള്ള സ്ഥലത്ത് വീട് വെച്ച് ആൾക്കാർ പെരുകി. പകൽ ഭക്ഷണമില്ല ഇതിന്. പിന്നെ രാത്രിയിൽ വീട് കയറിയും കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിൽ കയറിയും കൃഷിയെല്ലാം കഴിച്ചാണ് ഇത് ഇപ്പോഴും ജീവിക്കുന്നത്. ബുദ്ധിമുട്ടാണല്ലോ, ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ. ഇവിടെ ആദിവാസികൾക്ക് 301 കോളനിയിൽ ഒരു പഠനവും നടത്താതെ അവർക്ക് ആന വിരഹിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വീട് കൊടുത്തു 301 പേർക്ക്. അന്ന് കൊടുത്തേച്ച് പറയാം ഇപ്പോൾ ഇറങ്ങി മാറണമെന്ന്. ഇത് റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമിയിൽ നിന്ന് അല്ലാതെ പിന്നെ കൃഷിക്കാരെവിടെ പോയി ജീവിക്കും? കാട് ചേർന്ന് കിടക്കുന്ന മതികെട്ടാഞ്ചാല ഇതിന് തൊട്ടടുത്ത് കിടക്കുന്നതാണ് മതികെട്ടാഞ്ചാല. അവിടെ നിന്നല്ല ആളെ ഇറക്കി ഉണ്ടായിരുന്ന പട്ടയഭൂമിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ട് അത് കാടാക്കി. ഇനിയിപ്പോൾ ഇവിടം കൂടെ കാടാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ എങ്ങോട്ട് പോകും? അതിന് പരിഹാരം എന്ന് പറയുന്നത് ഈ യൂക്കാലി നശിപ്പിക്കുക, ഇല്ലി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുക ആനയെ സംരക്ഷിക്കണമെങ്കിൽ. ശരിക്കും ആനത്താരകളിൽ വീട് വെച്ച് താമസിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ സർക്കാർ അനുവദിച്ച സ്ഥലങ്ങളാണ് എന്ന് മാത്രം. വ്യാജ പട്ടയം ഉപയോഗിച്ചുള്ള സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റങ്ങൾ ഒരുപാട് ഇവിടെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആനയിറങ്കൽ ഡാമിൽ നിന്നും നേരെ സിങ്ക് കണ്ടത്തേക്ക് പോവുകയാണ്. ഞാനിങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രത്തോളം റിസ്ക്കുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ ഇവിടെയുള്ളൊരു ചേട്ടനുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ സിങ്ക് കണ്ടത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. ആരുടെ കണ്ണിൽപ്പെട്ടാലും മൊട്ടവാലൻ്റെ മുന്നിൽ പോയി ചാടരുത് എന്നാണ് ഇവിടുത്തെ വാച്ചർ ചേട്ടൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മൊട്ടവാലൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വെയിലേക്ക് ഉണങ്ങിപ്പോയി അതിന് നമ്മൾ ആനേനെ കുറ്റം പറയാൻ പറ്റുമോ? ആർക്കിതിന് ഉത്തരവാദിത്തമല്ലല്ലോ. എല്ലാവരും നോക്കാമല്ലോ. ശരിയില്ല. അങ്ങനെ സിങ്ക് കണ്ടത്തേക്ക് പോവുകയാണ്. നമ്മളിവിടെ ഒരു വാച്ചർ ചേട്ടനെ പരിചയപ്പെട്ടു. ആ പുള്ളിക്കാരൻ ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല. പൊതുവേ വരണ്ട കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ചൂട് കാരണം കാട്ടുതീയൊക്കെ പടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വനം വകുപ്പ് ഡ്യൂട്ടിക്ക് നിർത്തിയിരിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അരിക്കൊമ്പനെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം ചക്കക്കൊമ്പനും മൊട്ടവാലിനുമൊക്കെയാണ് ഇവിടുത്തെ ഡേഞ്ചർ ആനകൾ കേട്ടോ. അരിക്കൊമ്പൻ അരിയെടുക്കാൻ വേണ്ടിയിട്ട് റേഷൻ കടകൾ കുത്തി തുറക്കുമെങ്കിലും ആളുകൾക്ക് ഭീഷണിയല്ലായിരുന്നു. അവൻ പോയതിന് ശേഷം ചക്കക്കൊമ്പനും മൊട്ടവാലനും ആളുകൾക്ക് നേരെയും തിരിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ വാച്ചർ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഇതാണ് സിങ്ക് കണ്ടം. ഇതുവഴി ആനകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. 2019 ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു പയ്യന് പരിക്കേറ്റിരുന്നു. പിന്നീട് മരണപ്പെടുകയുണ്ടായി. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഡീറ്റെയിൽസ് ഒന്ന് അറിയാം. വീണതാണല്ലേ? വീണതല്ല, ആന തുപ്പിക്ക് അടിച്ചു വിടുകയത് കാലും കൊണ്ട് നിരക്കി ചവിട്ടി.
അപ്പോൾ ഈ സ്ലാബൊന്നുമില്ല, ഇവിടെ ഓടായിരുന്നു. അവൻ രാവിലെ 4 മണിക്ക് ഇറങ്ങിയത് പുള്ളി വെളുപ്പിൽ ഇവിടെ ഇട്ടായിരുന്നു. ഒക്കെ കൊണ്ട് അടിച്ച് വീഴ്ച കാലുകൊണ്ട് ചവിട്ടിയില്ലേ? സ്പോട്ടിൽ തന്നെ മരണം സംഭവിച്ച 9 ദിവസം ആശുപത്രി കിടന്നു. എവിടെയാണ്? കോട്ടയം മൈക്കോയിൽ. വെളുപ്പിന് 6:30 ആയ പിന്നെ ഭാര്യയുടെ സഹോദരനാണല്ലേ? അത് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 24 വയസ്സ്. എത്ര ഉള്ളൂ? കല്യാണം കഴിഞ്ഞു. ആന നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പം ജനലിൽ കൂടെ അവിടെ നോക്കിയപ്പോൾ അവൻ ഇവിടെ വീട് കിടക്കുന്നത്. സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ ചക്ക ആയി കഴിയുമ്പോഴത്തേക്കും ചക്ക മാങ്ങ എല്ലാം പറിക്കാനായിട്ട് ഈ സാധനങ്ങൾ കയറി വരുന്നുണ്ട് അവിടെ. അങ്ങനെ വെളുപ്പാങ്കാലത്ത് ഇവിടുന്ന് ചക്ക എല്ലാം പറിച്ച് തിന്നിട്ട് താഴത്തോട്ട് വന്നു കഴിയുമ്പോഴാണ് അവനിവിടുന്ന് പാല് മേടിക്കുന്നു. ഓടി തിരിച്ചിങ്ങ് വന്നിട്ട് തുമ്പിക്കൈക്ക് അടിച്ച് വീഴിച്ചിട്ട് ചവിട്ടുമായിട്ട്. ചേട്ടൻ ആരാണത്? എൻ്റെ അനിയനാണ്. മരിച്ച പയ്യന് എന്തായിരുന്നു ജോലി? അവന് ഡ്രൈവിംഗ് ആയിരുന്നു. അവനന്ന് തലേദിവസം വരെ അവിടെ പെണ്ണുമ്പുഴ വീട്ട് തൊടുപുഴയായിരുന്നു. അന്ന് നൈറ്റ് അന്നാ വന്ന് എൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഇവിടെ വെച്ച് മരിച്ചത്. ഈ ഓട്ടോ മരിച്ച ചേട്ടനായിരുന്നോ? എല്ലാവരും ഓടിക്കൂടി അപ്പോൾ തന്നെ എടുത്ത് വണ്ടി കയറ്റി പിക്കപ്പ് വാനെ കയറ്റി ഇവിടുന്ന് വിലക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുന്ന ജംഗ്ഷനിലെ ആ ബാങ്കൊക്കെ ഇരിക്കുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ജീപ്പിന് കയറ്റി നേരെ മൂന്നാർ ടാറ്റാ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പറ്റിയെന്ന് പറഞ്ഞ് പിന്നെ കോട്ടയത്ത് നിന്ന് കുടലെല്ലാം പുറത്ത് വന്ന് കംപ്ലീറ്റ് ബ്ലഡ് എല്ലാത്തും മരിച്ചിട്ടില്ലായിരുന്നു, ജീവനുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് 7-ാം ദിവസം കറക്റ്റ് മരിച്ചു. ഇപ്പോൾ എല്ലാവരെല്ലാം കരഞ്ഞ് വീഴിഞ്ഞവരെല്ലാം ആ അവസ്ഥയിൽ പിന്നെ എന്താ ചെയ്യാനവർ മൊത്തമായിട്ട് സങ്കടമായിപ്പോൾ 2 കുഞ്ഞു പിള്ളേരും. എന്തു ചെയ്യാനല്ലേ? ഇനിയും ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആനയിറങ്കലിൻ്റെ പരിസരങ്ങളിൽ 20 പേരെ കാട്ടാന കൊന്നിട്ടുണ്ടെന്നാണ് 12 വർഷത്തിനുള്ളിലെ വനം വകുപ്പിൻ്റെ കണക്ക്. കണ്ടെടുക്കാൻ വേണ്ടി വയറിങ് ചെയ്തതാണ് വീട്ടിൽ, നേരത്തെ വീട്ടിലെ. ഇതല്ലേ? അത് എല്ലാം വയറിങ് ചെയ്ത് ആന നശിപ്പിച്ചാണോ? ആന വലിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന എല്ലാം ആന വലിച്ചു പൊളിച്ചതാണ്. കണ്ണുമില്ല, വെട്ടവുമില്ല, എന്ത് ചെയ്യും? ഈ കല്ലേരൊക്കെ കണ്ടോ? ഇതെല്ലാം അടിച്ചും പൊളിച്ച് ആന കുത്തിയതാണ്, കെട്ടി വീട്ടിലയച്ചതാണ്. അരിക്കൊമ്പനെ കൊണ്ടുപോയതിനു ശേഷവും മറ്റു ആനകളിപ്പോൾ കുറച്ച് ദിവസം വരുമായിരുന്നു. ഒന്ന് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് വെച്ചിട്ടൊന്ന് നോക്കി നടക്കുമായിരുന്നു അരിക്കൊമ്പനെ. 4-5 പ്രാവശ്യമായി ആന പൊളിക്കുന്നത്. അത് ഏത് ആനയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുട്ടവാലനാണ്, മുറിവാലനാണ്, ആരെയാണ് പൊളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളന്നേരം ഇത് പൊളിക്കുന്ന സമയത്ത് പട്ടി വരയ്ക്ക് നോക്കുമ്പോൾ ആന പൊളിക്കുന്നതാണ്. ഞങ്ങളുടെ ഇറങ്ങി ഏതെങ്കിലും പടിക്ക് പോകും. ആനയുടെ കുട്ടി തന്ന ആനയുടെ കുട്ടി പൊളിച്ചിട്ടിരിക്കുന്നതല്ല. ഈ കഞ്ഞി വെച്ചോട്ടുന്ന കലം വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വെള്ളം ചൂടാക്കുന്ന ഈ ചരിവും വലിയ കാര്യങ്ങളെല്ലാം ആന കണ്ടോ പൊളിച്ചിട്ടിരിക്കുന്നു. ജീവിക്കാൻ ഒന്നും ഒരു മാർഗവുമില്ല. ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഈ 2003 മുതൽ കിടന്ന് ഞങ്ങൾ ഈ ദുരിതം, ഈ ആനക്കാട്ടിൽ കിടന്ന് ഈ ദുരിതം അനുഭവിക്കുന്നത്. അതിനിടയ്ക്ക് ആന കുത്തി വികലാങ്ങനെ ആ മനുഷ്യനെ കൊണ്ടൊരു കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നടന്നൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു അസുഖക്കാത്ത ഞാനും. ഈ ഗവൺമെൻറ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കുന്നത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഗവൺമെൻറ് തിരിഞ്ഞു പോലും നോക്കാത്തത്. ഓരാനുകൂല്യം ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്നില്ല. കഞ്ഞി കുടിച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്രീ അരി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയും കൂടെ കിടന്നു ഇതിന് മുമ്പേ തീർന്നാനെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഗവൺമെൻറ് കൊല്ലാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് അങ്ങനെ കൊല്ലട്ടെ ഞങ്ങളെ. അതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അങ്ങനെ കൊന്നുകളയട്ടെ. ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ പോലും ഒന്നും നമ്മളെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇതൊക്കെയാണ് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ. ഈ കേരളത്തിൽ ഇത്രയും സ്ഥലങ്ങളുണ്ടായിട്ടും ആനത്താരകളിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം അനുവദിച്ചത് എന്ത് കണ്ടിട്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. സർക്കാർ പട്ടയം അനുവദിച്ച സ്ഥലങ്ങൾ മാത്രമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന കാടായിട്ടുള്ള സ്ഥലങ്ങളും
പാവങ്ങളെ മുൻനിർത്തി സ്വകാര്യ വ്യക്തികൾ കൈയടക്കാൻ തുടങ്ങി. അങ്ങനെ ആനത്താരകളായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കൃഷിഭൂമികളായി. ഇതൊക്കെ മനുഷ്യമൃഗ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. നമ്മളങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ആനക്കൂട്ടത്തിനെ കണ്ടു. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായി. നമ്മൾ യാർച്ചയായിട്ട് കണ്ടാണ് കേട്ടോ. അരിക്കൊമ്പനെ മയക്ക് വെടിവെച്ച് പിടിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അരിക്കൊമ്പൻ്റെ ഫാമിലി എന്നാണ് ഇതുവഴി പോയ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. 2 കുട്ടികളുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏപ്രിൽ 30-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 29-നാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ട് 1 വർഷം തികഞ്ഞത്. അവൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കി അവരങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അരിക്കൊമ്പൻ്റെ തിരിച്ചുവരവിനായി അവൻ്റെ കുടുംബവും കൂട്ടുകാരും കാത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.